അതുപോലെ തന്നെ എല്ലാ തൊഴിലുകളുടെയും സ്വഭാവം മാറിപ്പോവില്ലേ. വണ്ടി ഓടിക്കാൻ ഡ്രൈവർ വേണ്ട, കുക്ക് ചെയ്യാൻ പിന്നെ കുക്ക് വേണ്ട, അല്ലെങ്കിൽ പിന്നെ ഏത് ജോലിക്കും ആൾക്കാർ വേണ്ട, മനുഷ്യൻ വെറുതെ ഇരുന്നാൽ മതി എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് ലോകം മാറിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതിലുള്ള ഒരു വലിയ ദോഷം, നമുക്ക് ഒരു ഇന്റലക്ച്വൽ എക്സസൈസോ അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ എക്സസൈസോ നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ്. അതാണ് AI കൊണ്ടുള്ള ഏറ്റവും വലിയ ദോഷം. AI നമ്മൾ ശരിക്കും ഉപയോഗിച്ചില്ലെങ്കിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ ദോഷം അതാണ്. മനുഷ്യൻ ഒരു ജീവച്ഛവമായിട്ട് മാറും, ഒരു വെജിറ്റബിളായിട്ട് മാറും. അത് ഉണ്ടാകാതിരിക്കാൻ ഐൻസ്റ്റീൻ ഒരിക്കൽ പറയുണ്ടായി, ഒരു കാലം വരും ചിലപ്പോൾ നമ്മൾ കണ്ടുപിടിക്കുന്ന ഈ യന്ത്രങ്ങൾ നമ്മളെ നിയന്ത്രിക്കുന്ന ഒരു കാലം ചിലപ്പോൾ വരും. അത് അങ്ങനെയുള്ള ഒരു കാലം ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ഐൻസ്റ്റീൻ ഒരിക്കൽ പറയണ്ടേ. അപ്പൊ അതുപോലുള്ള ഒരു കാലം വരാതിരിക്കട്ടെ. എന്തായാലും ലോകം പാടെ മാറിയിരിക്കുന്നു. എല്ലാവരും ഇത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്, കുട്ടികളും പ്രായമായവരും വൃദ്ധരും എല്ലാം. സമൂഹത്തിലെ ആ ഇന്ററാക്ഷൻ എല്ലാം മാറിപ്പോയി. അകലെയുള്ളവർ അടുത്ത് വന്നു, അടുത്ത് നിൽക്കുന്ന ആൾക്കാരെ നമുക്ക് കാണാൻ കഴിയുന്നില്ല. ബൈബിളിലൊരു ചൊല്ലുണ്ടല്ലോ, ഈ അടുത്ത് നിൽക്കുന്ന സഹോദരനെ കാണാൻ കഴിയുന്നില്ലെങ്കിൽ നിനക്കെങ്ങനെ അദൃശ്യനായ ദൈവത്തെ കാണാൻ കഴിയും? അത് ഉണ്ടാകാതിരിക്കട്ടെ. പ്രത്യേകിച്ച് അജണ്ടയൊന്നുമില്ലാതെ നമ്മളൊരു കോൺവെർസേഷൻ, ഒരു സ്റ്റോറി ടെല്ലിങ്. ഇന്നത്തെ ഏറ്റവും കുറഞ്ഞ ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമുള്ള ഒരു കരിയർ ഓപ്ഷനാണിത്. ലക്ഷക്കണക്കിന് പേർക്ക് തൊഴിലവസരം കൊടുക്കാവുന്ന ഒരു ഓപ്ഷൻ. കഥകൾ പറയാനായിട്ട് ഞാൻ ഒരു മംഗലാപുരത്തെ ഒരു പ്രമുഖ വ്യക്തിയെ, അദ്ദേഹം സ്കൂളിൽ പഠിച്ചപ്പോൾ, കുഞ്ഞായിരുന്നപ്പോൾ പഠിച്ചത് സെയിൻറ്റ് അലോഷ്യസ് യൂണിവേഴ്സിറ്റിയിലാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ ആ യൂണിവേഴ്സിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്തു. എന്നിട്ട് ആ വൈസ് ചാൻസലർ, അദ്ദേഹം അവിടുത്തെ വലിയ ഫേമസ് ആണ്. അപ്പോൾ യൂണിവേഴ്സിറ്റി വളരെ ഹാപ്പി അദ്ദേഹം വരാനായിട്ട്. അദ്ദേഹം ആ യൂണിവേഴ്സിറ്റിയിൽ വന്നു, അവരുടെ സ്റ്റുഡിയോയിൽ പോയി ഇരുന്ന് പഴയ കഥകൾ പറഞ്ഞു. ഞാനൊരു 3 എപ്പിസോഡ് ഉണ്ടാക്കി അദ്ദേഹം പഠിച്ച് കുഞ്ഞായിരുന്നപ്പോഴാണ്. അപ്പം അന്ന് അവിടെ കിട്ടിയ വാല്യൂസ് അതെല്ലാം അദ്ദേഹം പറഞ്ഞു. ഇങ്ങനെ അന്നത്തെ ഡയറക്ടർ ഇങ്ങനെ ചെയ്തു പറഞ്ഞു. അതൊക്കെ ചെയ്തിട്ട് ഒരു 3 എപ്പിസോഡ് നമ്മൾ പബ്ലിഷ് ചെയ്തു. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നെ ഫോൺ വിളിച്ചു. ഞാൻ ഒരു ചെക്ക് കൊടുക്കാനായിട്ട് 2 ലക്ഷം രൂപ അദ്ദേഹം ഡൊണേറ്റ് ചെയ്തു. സന്തോഷം കൊണ്ട് ഞാൻ പറയുന്നത്, മനുഷ്യന് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ചേഞ്ചാണ് അത്. അപ്പോൾ നമ്മൾ ഈ എല്ലാ പട്ടണങ്ങളിലും ഇപ്പോൾ ഈ സീനിയർ ജേർണലിസ്റ്റ് ഫോറം, ജെൻസിയും ചേർന്നിട്ട്, സീനിയർ ജേർണലിസ്റ്റുകളുടെ അനുഭവ സമ്പത്ത് അത് അവരുടെ ഏറ്റവും വലിയ സ്വത്താണ്. മാധ്യമ ലോകത്ത് ഇത്രയധികം മാറ്റങ്ങൾ ഉണ്ടായി വേറൊരു കാലഘട്ടം ഉണ്ടായിട്ടില്ല. ഈ കഴിഞ്ഞ ഒരു 50 വർഷം ആയിട്ടില്ല, അരനൂറ്റാണ്ടായിട്ടില്ല. പക്ഷെ ഈ 50 വർഷത്തിനിടയിൽ മാധ്യമലോകത്ത് പ്രവർത്തിച്ച ആൾക്കാർക്കുണ്ടായ അനുഭവ സമ്പത്ത് വേറെ ആർക്കുമില്ല. ശാസ്ത്ര പുരോഗതിയുമായിട്ട് കൂട്ടിയിണക്കുമ്പോൾ ഉണ്ടാകാവുന്ന വിശ്വസിക്കാനാവാത്ത മാറ്റം അത് വളരെ വലുതായിരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. പക്ഷെ ആധുനിക മാധ്യമ പ്രവർത്തന ഈ സംവിധാനങ്ങൾ വന്നപ്പോൾ വാർത്തയുടെ വിശ്വാസ്യത നഷ്ടപ്പെട്ടോ എന്നുള്ള, ഓതന്റിസിറ്റി നഷ്ടപ്പെട്ടു എന്നുള്ള, ഏതാണ് വ്യാജൻ ഏതാണ് ശരിയായിട്ടുള്ളത് എന്ന് തിരിച്ചറിയാൻ ആൾക്കാർക്ക് ബുദ്ധിമുട്ടായിരിക്കുന്നു. ഇപ്പം ഫേക്ക് ന്യൂസ് കണ്ടമാനം വരുന്നുണ്ട്. AI കൂടി വന്നതോടുകൂടി ഇല്ലാത്ത ന്യൂസ് ഉണ്ടാക്കി ശൂന്യതയിൽ നിന്ന് സൃഷ്ടിച്ചെടുക്കാവുന്ന ഒരു അവസ്ഥയും കൂടി വന്നു. അപ്പോൾ അത് മനുഷ്യനെ ആശങ്കാകുലനാക്കുന്നുണ്ട്. പക്ഷേ ഏത് വിഷത്തിനും ഒരു മറുമരുന്ന് ഉണ്ടാവുമല്ലോ എന്ന് പറഞ്ഞതുപോലെ ഭാവിയിൽ അതിന് ഒരു ചെക്ക് ഉണ്ടാവും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ആധുനിക ശാസ്ത്ര പുരോഗതിയുടെ പിന്നാലെ ബ്ലൈൻഡായിട്ട് പോകാതെ അവര് ചുറ്റുമുള്ള ലോകത്തെ ഒന്ന് ശ്രദ്ധിക്കണം, ചുറ്റുമുള്ള സമൂഹത്തെ ഒന്ന് ശ്രദ്ധിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ള ഏറ്റവും വലിയ കാര്യം. അടുത്ത് നിൽക്കുന്ന ആൾക്കാർ, അവരുമായിട്ടുള്ള നിങ്ങളുടെ ആ ബന്ധം അത് ഊഷ്മളമാണെങ്കിൽ തീർച്ചയായിട്ടും ജീവിതത്തിന് മധുരം കൂടും. ഒരിക്കലും ഈ ആധുനിക ശാസ്ത്ര സംവിധാനങ്ങൾക്ക് നമ്മളുടെ ജീവിതത്തെ മധുരതരമാക്കാൻ കഴിയില്ല. അത്
നമ്മുടെ സഹജീവികൾ, നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ ബന്ധുമിത്രാദികൾ നമ്മളുടെ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കൂ. അത് നിങ്ങൾ മറന്നു പോകരുത്. ആ ഒരു സനാതനമായ സത്യം മറക്കാതെ ആധുനിക ശാസ്ത്ര വിദ്യകൾ ബുദ്ധിപൂർവ്വം പ്രയോഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഭൂമി ഒരു സ്വർഗമായി മാറ്റാൻ കഴിയും. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഫേസ്ബുക്കിലെ മറ്റൊരു നോട്ട് കുറിച്ച് വെച്ചു. സ്പേസിന് പ്രത്യേകിച്ച് വാല്യൂ ഇല്ല. സ്പേസിൻ്റെ വാല്യൂ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഒരു സ്പേസിൽ നമുക്ക് നെഗറ്റീവ് എനർജി ക്രിയേറ്റ് ചെയ്യാം, പോസിറ്റീവ് എനർജി ക്രിയേറ്റ് ചെയ്യാം. നമ്മളിപ്പോൾ ഈ ടേബിൾ സ്പേസിൽ ഇരുന്നിട്ട് നമ്മൾ ഒത്തിരി വാല്യൂ ക്രിയേറ്റ് ചെയ്തു. ഒത്തിരി ഇപ്പോൾ അനുഭവങ്ങൾ പറയുകയാണെങ്കിൽ, സാറ് പറയുകയാണെങ്കിൽ സീനിയർ ജേർണലിസ്റ്റിൻ്റെ അനുഭവങ്ങൾ നമ്മളെടുത്ത് കഥകളാക്കിയാൽ, ഇപ്പോൾ സാറ് തന്നെ ഇപ്പോൾ ഇന്നലെ എന്നോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു രാമനിലയം, കരുണാകരൻ, തീർച്ചയായിട്ടും പറയാൻ ഒരുപാടുണ്ട്. അപ്പം ഇങ്ങനെ കഥകൾ പറഞ്ഞ് നമുക്ക് ജനങ്ങളെ തമ്മിൽ ചേർത്ത് ഒരു പുതിയ ഒരു വികസന മാതൃക. ഇപ്പം AI വന്നതോടുകൂടി നമുക്ക് തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടുന്നതല്ല, നമുക്ക് തൊഴിലവസരങ്ങൾ ധാരാളം ക്രിയേറ്റ് ചെയ്യാം. എല്ലാം കോമ്പിനേഷൻസ് മനുഷ്യർ തമ്മിൽ ചേർന്ന്. ഇനി നമുക്ക് കമ്പനികൾ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഷൂസിന് അനുസരിച്ച് കാല് കട്ട് ചെയ്യുന്നു പറഞ്ഞിട്ടാണ്. അത് ഒരു കമ്പനി എല്ലാം സൃഷ്ടിച്ച് എല്ലാം ആക്കിയതിന് ശേഷമാണ് റിക്രൂട്ട്മെന്റ്. അതാ മോഡല്. അത് ഷൂസിനനുസരിച്ച് കാല് കട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതല്ല വേണ്ടിയത്. അപ്പോൾ നമുക്ക് 1000 വ്യക്തികൾ ചേർന്നൊരു കമ്പനി ആവാം. അതിന് പ്രത്യേകിച്ച് അജണ്ടയൊന്നും വേണ്ട. ഓരോരുത്തർ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് ചെയ്യുക. അതാ ഡൈവേഴ്സിഫിക്കേഷൻ. അങ്ങനെ ചെയ്യുന്ന ധാരാളം സ്ഥാപനങ്ങൾ ഇപ്പോൾ ഉണ്ട്. അപ്പം മനുഷ്യർ ഒത്തുചേർന്നാൽ കമ്പനിയായി. അത് കമ്പനി എന്നുള്ള വാക്ക് തന്നെ അതാണ്, മനുഷ്യബന്ധങ്ങളാണ്. കമ്പനി കൊടുക്കുക എന്ന് പറഞ്ഞാൽ ബന്ധങ്ങളാണ്. അപ്പം ബന്ധങ്ങൾ ചേർത്ത് വെച്ച് ആളുകൾ, അതിന് ഏറ്റവും പറ്റിയ സ്ഥലമാണ് കേരളം. ഏറ്റവും കൂടുതൽ വാല്യൂസ്, നമ്മുടെ ഹൈജീൻ, കൾച്ചർ, ഒത്തിരി ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറഞ്ഞ് വെറുതെ അല്ല. അപ്പോൾ അങ്ങനെ നോക്കുവാണെങ്കിൽ ഇന്ത്യയുടെ വികസന തലസ്ഥാനമാകാൻ കേരളത്തിന് സാധിക്കും. ഞാൻ 3 കരിയർ എന്ന് വെച്ചാൽ കരിയറിൻ്റെ ഒരു ഡിഫറെൻറ്റ് ഡയമെൻഷനിൽ, ഒന്ന് ട്രാവൽ ഇല്ലെങ്കിൽ കരിയർ ഇല്ല. അതുപോലെ മെന്റർ ഇല്ലെങ്കിൽ കരിയർ ഇല്ല. ഒരു മെന്റർ ഉള്ളത് ഗൈഡൻസ് വേണം. മെന്റർ, ട്രാവൽ, മെന്റർ, കണക്ട്. മനുഷ്യർ തമ്മിൽ കണക്ട് ചെയ്യാം, ട്രാവൽ ചെയ്യണം. അപ്പൊ ഞാൻ നന്നായിട്ട് ട്രാവൽ ചെയ്യുന്ന ആളാണെങ്കിൽ ട്രാവൽ ചെയ്യുമ്പോഴേ ലോകത്തെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആൾക്കാര് നമ്മുടെ ഭാഷയും നമ്മുടെ വേഷവും ഒന്നും ഇല്ലാത്ത മറ്റു ഭാഷയും വേഷവും ഒക്കെ ഉള്ള ആൾക്കാരെ, സംസ്കാരമുള്ള ആൾക്കാരെ അന്നേരമേ മനസ്സിലാക്കാൻ പറ്റും. അന്നേരമേ ലോകത്തെ മനസ്സിലാക്കാൻ പറ്റും. ഇപ്പം ഈയിടെ ചങ്ങനാശ്ശേരിയിലുള്ള ഒരു ജോബ് സാറ് അരുണാചൽ പ്രദേശിൽ പോയി 10 ദിവസം താമസിച്ചിട്ട് വന്നു. അദ്ദേഹം അവിടുത്തെ ജീവിതം കണ്ടിട്ട് ഇവിടെയുള്ള ആളുകളെല്ലാം അവിടെ നിന്ന് പോകണമെന്ന് അദ്ദേഹം പറഞ്ഞത്. അവരുടെ ജീവിത ശൈലി ഞാനൊരു വേറെ എപ്പിസോഡ് ചെയ്യുന്നുണ്ട് അതിനെ കുറിച്ചിട്ട്. നമ്മൾ ഈ ഭാരതം എന്ന് പറഞ്ഞൊരു വലിയ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ളൊരു, അതുപോലെ തന്നെ ലോകം മുഴുവനും ഇപ്പൊ ജർമ്മൻ മിഷണറീസ് വന്നിട്ടാണ് നമുക്ക് മലയാളത്തിന് നിഘണ്ടു ലിപി ഉണ്ടാക്കിയത്. അപ്പൊ ഇനി നമ്മൾ ഒന്നും ഒരു ലോകം ഒരു ഒറ്റ കുടുംബം എന്ന് പറഞ്ഞാൽ അതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. തീർച്ചയായും. അപ്പൊ മനുഷ്യബന്ധങ്ങളിൽ ഊന്നിയുള്ള വികസന മാതൃകയ്ക്ക് സീനിയർ ജേർണലിസ്റ്റ് ഫോറത്തിന്റെ എല്ലാവിധ പ്രവർത്തനങ്ങൾക്കും we should do something together. Oh, thank you. Surely we will stand together. Thank you, sir. Alone we can do only so little. Together, united, we can do so much.